നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ സമർപ്പണം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അരങ്ങ് പൂർണ്ണമായിട്ട് ഒരുങ്ങുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദശാബ്ദത്തിൻ്റെ മികച്ച ഭരണനിർവഹണത്തിൻ്റെ ആത്മവിശ്വാസമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ നടത്തേണ്ടത്. വലിയ സ്വീകാര്യതയാണ് ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെക്കുറിച്ച് കേരളത്തിലുള്ളത്. കേരളത്തിൻ്റെ ഭാവി കാഴ്ചപ്പാടിൽ ഊന്നി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള, ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ള പൊതു സമീപനത്തിനൊപ്പമാണ് കേരളം എന്ന് വ്യക്തമാവുന്ന തരത്തിലാണ് പൊതുവെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടം നമ്മൾ പിന്നിടുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയാധികാരം സൂത്രവിദ്യകളിലൂടെ വേഗത്തിൽ പിടിച്ചെടുക്കാം എന്ന മട്ടിലുള്ള പ്രചാരവേലയാണ് പ്രതിപക്ഷം നടത്തിപ്പോന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമില്ല. കേരളം കാത്തുസൂക്ഷിക്കുന്ന വ്യത്യസ്ത വ്യക്തിത്വം എന്നത് നമ്മുടെ സംസ്ഥാന നിയമസഭ വിവിധ സന്ദർഭങ്ങളിൽ പാസാക്കിയെടുത്ത സാമൂഹ്യ പരിഷ്കരണ നിയമങ്ങളും ആസൂത്രണം ചെയ്ത നയങ്ങളുമാണ്. ഇടതുപക്ഷം മുൻകൈയെടുത്തുകൊണ്ട് ആ നിലയിൽ കേരളത്തിലുണ്ടാക്കിയ മാറ്റങ്ങളുടെ ഗുണഫലം നേരെ അനുഭവിക്കുന്ന ജനങ്ങൾ വീണ്ടും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിലവിൽ വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ സ്വന്തം വ്യാജ നിർമ്മിതികൾ വാർത്തകളായാലും നിലപാടുകളായാലും രൂപപ്പെടുത്തിയെടുത്ത് ജനങ്ങളെ പറ്റിക്കുക എന്ന UDFിൻ്റെ തന്ത്രം പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ മാറ്റാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് അവർ വലിയ തോതിലുള്ള നുണകൾ ആവർത്തിച്ച് പറയുക എന്നൊരു തന്ത്രം ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ എല്ലാ കാലത്തും വലിയ തോതിലുള്ള നുണപ്രചരണം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാധ്യമ പിന്തുണയോടുകൂടി നടത്തുന്നതാണ് ഒരു UDF ശൈലി. ഇപ്പോൾ വളരെ വിചിത്രമായ വാദങ്ങളുടെ രംഗത്ത് വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഡീലുണ്ട് എന്നുള്ള വാദമാണ്. ഡീൽ എന്ന് പറയുമ്പോൾ ഒരു കച്ചവടമാണത്. കേരളത്തിൽ വർഗീയ ശക്തികളുമായി ബന്ധപ്പെടുത്തിയ വോട്ട് കച്ചവട രാഷ്ട്രീയം എന്നും പ്രവർത്തിക്കാക്കിയിട്ടുള്ളത് UDF ആണ്. അവർ അതിൽ ചില്ലറ കച്ചവടക്കാരല്ല. VD സതീശൻ ഈ ഡീലിൻ്റെ ഹോൾസെയിൽ ഡീലറാണ്. വർഗീയ ശക്തികളുമായി സന്ധി ചെയ്ത് വോട്ട് കച്ചവടം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ ഹോൾസെയിൽ ഡീലർ സതീശനും കോൺഗ്രസുമാണ്. അതിൻ്റെ ഗുണഭോക്താക്കളും അവർ തന്നെയാണ്. വർഗീയതയ്ക്കെതിരായിട്ട് വാചകം കൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന സതീശൻ ആരൊക്കെയാണ് കേരളത്തിലെ വർഗീയ രാഷ്ട്രീയ കക്ഷികൾ, വർഗീയ ചേരിയിലെ സംഘടനകൾ എന്നിന്നുവരെ പറഞ്ഞിട്ടില്ല. ആദ്യം അദ്ദേഹം ചെയ്യേണ്ടതാ ആ വർഗീയ ശക്തികൾ ആരൊക്കെയാണ് കേരളത്തിൽ. ഞങ്ങളെല്ലാം വളരെ വ്യക്തതയുള്ള നിലപാടുള്ളവരാണ്. ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്, തീവ്ര ഹിന്ദുത്വം ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന വർഗീയത എന്നുള്ള നിലയ്ക്ക്
ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ട വർഗീയതയാണ്. എന്നാൽ ന്യൂനപക്ഷ വർഗീയതയും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്ന തരത്തിൽ അതിലെ തീവ്ര മതമൗലികതാവാദികളായ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂടി സഖ്യമുണ്ടാക്കിയിട്ടാണ് നമ്മുടെ സതീശൻ്റെ പാർട്ടി പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നപ്പോഴും നേരത്തെ അധികാരത്തിലിരുന്നപ്പോഴും അധികാരം വർഗീയ ശക്തികൾക്ക് പകുത്തു നൽകിയും അവരുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതൊരു വസ്തുതയാണ്. ലീഗുമായി കോൺഗ്രസിൻ്റെ സഖ്യം ഏതാണ്ട് 5-6 ദശാബ്ദമായിട്ട് തുടരുകയാണ്. അതിൻ്റെ വിപുലീകരണമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയിട്ട് നടത്തിയത്. BJPയുമായി തരാതരം പോലെ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് കച്ചവടം നടത്താറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പേർട്ടാണ്, ഡീലിൻ്റെ എക്സ്പേർട്ട് സതീശനാണ്. അദ്ദേഹം ഇപ്പോൾ ആ ഹോൾസെയിൽ കച്ചവടത്തിൽ കൂടുതൽ ലാഭമുണ്ടാക്കുന്ന പ്രവൃത്തി നടത്താൻ CPMനെയും മുഖ്യമന്ത്രിയൊക്കെ ആക്ഷേപിക്കാം. ഇപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് G. സുധാകരൻ. UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി ഞാൻ ജനകീയ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് ആദ്യം പ്രഖ്യാപിക്കേണ്ടത്. എന്നാൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് UDFൻ്റെ പിന്തുണയോടുകൂടി അദ്ദേഹം നോമിനേഷൻ കൊടുത്തു. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വലുതോതിൽ സ്വാഗതം ചെയ്തത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഇവരെല്ലാം വലിയ പ്രോത്സാഹനം നൽകി. അദ്ദേഹത്തിൻ്റെ മികവിനെക്കുറിച്ച് അവർ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സുധാകരൻ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്ത് അടുത്ത ശ്വാസത്തിൽ പറയുന്നത് എനിക്ക് BJPയുടെ വോട്ട് കൂടി കിട്ടുന്നതാണ്. അതെങ്ങനെ BJPയുടെ വോട്ട് കിട്ടുന്ന UDF സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? BJPയുടെ വോട്ട് കിട്ടുന്ന UDF സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത് ഡീലുള്ളതുകൊണ്ടാണ്. അപ്പൊ ഡീൽ എങ്ങനെയാണ് നടക്കുകയെന്ന് ഇപ്പൊ നമുക്ക് വ്യക്തമായിരിക്കുക. ഡീല് ഇപ്പൊ ഈ കണ്ടതുപോലെയാണ്. ഇപ്പൊ സുധാകരൻ നമ്മുടെ ഇവിടെ പ്രദർശിപ്പിച്ച ഒരേ സമയം UDFൻ്റെയും അതേസമയം തന്നെ നമ്മുടെ BJPയുടെയും വോട്ട് സമാഹരിച്ച് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുന്നത് തടയുക. ഇതാണ് യഥാർത്ഥ ഡീലിൻ്റെ മാതൃക. ഈ നിലയിൽ തന്നെയാണ് കേരളത്തിൽ പലയിടത്തും UDF പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിൻ്റെ മുന്നറിയിപ്പാണ്. അതോടൊപ്പം തന്നെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്നത് സാധാരണ നിലയ്ക്ക് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ്. ഈ ഡീൽ പ്രയോഗത്തിൽ UDF ലക്ഷ്യമിടുന്നത് കേരളത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ, വർഗീയ ചേരിതിരിവുണ്ടാക്കി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ. ആ ലക്ഷ്യത്തോടു കൂടിയാണ് സതീശൻ ഈ പ്രസ്താവനകൾ നടത്തുന്നത്. പാലക്കാട് ഇപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥി ഇടതുപക്ഷ മുന്നണി നിർത്തുന്നുണ്ടായി. ഞങ്ങളവിടുത്തെ രാഷ്ട്രീയ പരിസ്ഥിതി നോക്കിയിട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ വ്യത്യസ്തമായി പ്രാദേശിക തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ വ്യത്യസ്തമായി പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ആകെ വോട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് കഴിഞ്ഞ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ട് വ്യത്യാസം UDF ഇട്ടില്ല. അപ്പോൾ LDFൻ്റെ വോട്ടിൻ്റെ കൂടെ മികച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നാൽ തീർച്ചയായിട്ടും ആ സീറ്റ് ഇടതുപക്ഷത്തിന് പിടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ UDFൻ്റെ ഒരു സീറ്റ് കുറയും. അവിടെ UDF പ്രതിനിധിയായിട്ടുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയുടെ മഹത്വം കേരള സംസ്ഥാനത്തിൽ എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളെല്ലാമുള്ള, ആ നാട്ടിലെ ഏറ്റവും നല്ല ജനകീയ ബന്ധമുള്ള, മാതൃകാപരമായി
ബിസിനസ് സംവിധാനങ്ങൾ നടത്തിപ്പോകുന്ന, അദ്ദേഹം നടത്തുന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിലെ സംസ്ഥാന തലത്തിൽ തന്നെയുള്ള നേതൃപദവി വഹിക്കുന്ന ഒരാളെ ഞങ്ങൾ സ്ഥാനാർത്ഥി കിട്ടി. വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് സ്വീകാര്യത വന്നു. UDF തോൽക്കുന്ന ഒരു സ്ഥിതി അവിടെ രൂപപ്പെട്ടു വരുന്നു. അത്തരമൊരു അന്തരീക്ഷത്തിൽ ഇവർ ചെയ്യുന്നൊരു പ്രവർത്തനം അതിനെയും വർഗീയമാക്കി വഴിമാറ്റാനാകുമോ എന്ന ചിന്തയാണ്. എല്ലാറ്റിനെയും വർഗീയവൽക്കരിക്കുക എന്ന ഒരു രീതി. രാഷ്ട്രീയമായി മുന നഷ്ടപ്പെട്ടു UDFന്. മുനതേഞ്ഞ രാഷ്ട്രീയമാണ് UDF ഇവിടെ പ്രയോഗിച്ചത്. അപ്പോൾ ഇല്ലാത്ത ഒന്ന്, ഇടതുപക്ഷം ചെയ്യാത്തൊരു കൃത്യം ഇടതുപക്ഷത്തിൻ്റെ മേലെ ആരോപിച്ച് സ്വന്തം വൈകൃതം മറച്ചു വയ്ക്കുക. അതോടൊപ്പം തന്നെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് വിശദമായി തന്നെ അഭിമുഖങ്ങൾ നൽകുകയുണ്ടായി. അത് CPM-നെയും ഇടതുപക്ഷ മുന്നണിയെയും ആശയപരമായി എതിർക്കുന്ന UDF പക്ഷപാതിത്വമുള്ള മാധ്യമങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി അഭിമുഖം നൽകുകയുണ്ടായി. കാരണം അവർ എങ്ങനെ ഇടതുപക്ഷത്തോടും മുഖ്യമന്ത്രിയോടും സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതല്ല, ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ അത് വളരെ സുതാര്യമാണ്. ആ നിലപാടുകൾ ജനങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ള നിലയിൽ ഈ അഭിമുഖകാരൻ്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം നിലപാട് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി. അത് ഒരു രാജ്യതന്ത്രജ്ഞതയുടെ ഭാഗമാണ്. നമ്മളോട് അനുകൂലമല്ലാത്തവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ നിലയിലുള്ള സ്വഭാവം ഉണ്ടാവാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരെല്ലാം വിളിച്ചു വരുത്തി അവരെല്ലാം ആവശ്യപ്പെട്ടനുസരിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നല്ല ആത്മവിശ്വാസമുണ്ടാകും. നല്ല ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ആശയവിനിമയങ്ങൾ കേരളത്തിലെ വിവിധ ചാനലുകളിൽ നമ്മൾ കണ്ടു. അതിൽ ഒരു വാക്കിനെ ഒരു ചാനൽ ദുർവിനിയോഗം ചെയ്തു. യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഏതെങ്കിലും വ്യക്തിയെ സമൂഹം അംഗീകരിക്കാത്ത ഒരു വാക്പ്രയോഗത്തിലൂടെ പരാമർശിച്ചതേയില്ല. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഒരു സംഭവത്തെക്കുറിച്ചാണ്. ആ സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ആ സംഭവത്തിൻ്റെ ശരിയില്ലായ്മയെ തീവ്രമായി വിമർശിക്കുന്ന വാക്പ്രയോഗം നടത്തണം. അതങ്ങനെയും ചെയ്യാം. അത് വ്യക്തിയല്ല ചെയ്യുന്നത്, ആ സംഭവമാണ്. ആ സംഭവം കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ടാക്കിയ മുറിപ്പാടുണ്ട്. അതൊരു വഞ്ചനയാണ്. ആ വഞ്ചനയോട് പരാമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തീക്ഷ്ണമായി തന്നെ പ്രതികരിക്കും. അതുമാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അതിനെ തികച്ചും തെറ്റായി ഒരു മാധ്യമം 9 മണി ചർച്ചയ്ക്ക് ഉപയോഗിച്ചു. സർവകലാശാലയിലെ മലയാളം വിഭാഗം ചെയർമാനായിട്ട് റിട്ടയർ ചെയ്ത ആൾ വരെ കൊണ്ടിരുത്തി. എന്തൊരു ബുദ്ധിയാ നിങ്ങളിൽ ചില സുഹൃത്തുക്കളുടെ. അങ്ങനെ ഇരുത്തിയിട്ട് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇപ്പം എന്താ സ്ഥിതി? രാവിലെ ആയാൽ തുടങ്ങി. രാവിലെ ആയാൽ ചെന്നിത്തലയും സതീശനും നമ്മുടെ കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കൾ KPCC പ്രസിഡന്റും AICCയുടെ സംഘടനാ സെക്രട്ടറിയും രാവിലെ ഇരുന്ന് ആ പദം ആവർത്തിച്ചുരുവിട്ട് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രാവിലെ ചെല്ലുമ്പോൾ അവർക്കറിയാം. നിങ്ങൾ രാവിലെ ചെല്ലുമ്പോൾ ഗൃഹപാഠം ചെയ്തതുപോലെയാണ് അവരത് ഭംഗിയായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഒരു വാക്കുച്ചരിച്ച് ജയിക്കാം എന്നുള്ള നിലയ്ക്ക് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയമില്ല, ഒരു വാക്കാണ്
ആ വാക്കിൻ്റെ ശരിതെറ്റാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലാണ്. ആ വാക്കാകട്ടെ ഏതെങ്കിലും വ്യക്തിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഉപയോഗിച്ചതുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുന തേഞ്ഞു പോയ ആയുധങ്ങളേ ഉള്ളൂ, മൂർച്ചയില്ലാത്ത ഒരു പ്രതിപക്ഷമായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും പിന്നീട് അവർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇത് നിരാകരിക്കും. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പൊതുയോഗത്തിന് പോയാൽ സ്റ്റെപ്പ് കയറുമ്പോൾ 3 4 എന്നുള്ള സ്റ്റെപ്പ് ഇടുക, നടന്നു പോകുന്നത് എങ്ങനെയാണ് നോക്കുക, കിഴക്കോട്ടാണോ ഓരോ ചലനങ്ങളെയും അവരുടെ സ്വന്തം താല്പര്യപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്ത് വ്യക്തി കേന്ദ്രീകൃതമാക്കി അദ്ദേഹത്തിന് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ ഒരു പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും സ്വീകാര്യതയുള്ള ജനനേതാവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനും അദ്ദേഹമാണ് എന്ന് അദ്ദേഹം കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി, അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏറ്റവും ഹീനമായ ഒരു സമ്പ്രദായം കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ. മാധ്യമങ്ങളിൽ ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണ പിന്തുണ അവർക്കുണ്ട്. അത് സാധാരണ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപലപനീയമായ ഒരു കൃത്യമാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇതേ ശൈലി ഞങ്ങളും സ്വീകരിച്ചാൽ അത് പൊതുവെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നിലനിർത്തേണ്ട സുജനമര്യാദകൾക്ക് അത് തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് ഈ പരിപാടി UDF നിർത്തുന്നതാണ് നല്ലത്. സതീശനും കൂട്ടുകാരും ഈ പ്രവൃത്തി നിർത്തുന്നതാണ് പൊതുവേ നല്ലത്. നമ്മളെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം, നിലപാടുകളുടെ സംവാദം തുടരാം. ജനാധിപത്യമാണ്, ജനങ്ങൾ ആത്യന്തിക വിധികർത്താക്കളാണ്. ഞങ്ങൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയമില്ല. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ചെന്നപ്പോൾ ഭയപ്പെട്ടതുകൊണ്ടാണ് ഈ നിലയിൽ തരം താണ നിലപാടുകളിലേക്ക് പ്രതിപക്ഷം പോയിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുക. അല്ല, ഈ മുരളീധരനെ കുറിച്ച് നമ്മൾ പറയണോ? മുരളീധരൻ ഈ ഡീലിന്റെ രക്തസാക്ഷിയല്ലേ? ഡീലിന്റെ തിക്താനുഭവങ്ങളിൽ നിന്ന് മുരളീധരന്റെ തോന്നലുകളാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് മുരളീധരനെ കൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചെയ്യിപ്പിച്ചത് എന്താ നമുക്കറിയാലോ. മുരളീധരൻ രണ്ടാമത് കോൺഗ്രസ് ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു സമാധാനം ഇവർ കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം വിധേയനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മുരളീധരന്റെ വിധേയത്വം എത്രയുണ്ടെന്ന് പരീക്ഷിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ഒടുവിൽ രണ്ടാമത് കുറച്ചു കാലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അവിടേക്ക് ചെല്ലണതേ. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വട്ടിയൂർക്കാവിൽ ചെന്നപ്പോൾ പിന്നെ മുരളീധരന് മനസ്സിലായി എളുപ്പമല്ല ഈ ജോലിയെന്ന്. അപ്പോൾ തോൽവി ഉറപ്പായപ്പോൾ തൻ്റെ അനുഭവം ഉണ്ടല്ലോ, പഴയ അനുഭവം, അതും കൂടി വെച്ച് മുരളീധരൻ സംസാരിച്ചിരിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും കേരളത്തിൻ്റെ മുന്നിലെ അനുഭവം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഇതാദ്യമായി ഒരു BJP സ്ഥാനാർത്ഥിയെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എത്തിക്കാനുള്ള ഡീലർമാർ നടത്തിയ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും മോശപ്പെട്ടൊരു പരാജയം മുരളീധരന് വന്നു ഭവിച്ചത്. 80,000-ലേറെ കോൺഗ്രസ് വോട്ടുകളാണ് BJPയുടെ പെട്ടിയിലേക്ക് അന്ന് കൈമാറ്റം ചെയ്തത്. അതൊക്കെ ചരിത്ര രേഖയായിട്ട് അവിടെ കിടക്കുക. കോൺഗ്രസ് ചെയ്ത ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ ചരിത്ര രേഖകളിലുണ്ട്. എങ്ങനെയൊക്കെയാണ് വർഗീയ ശക്തികളുമായി ഇത്തരം കച്ചവടങ്ങൾ നടത്തിയില്ല, ഏതെല്ലാം ചരിത്ര സന്ദർഭങ്ങളിലാണ്, അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മുരളീധരൻ കുറച്ച് പ്രയാസത്തിലാണ് വട്ടിയൂർക്കാവിൽ എന്ന് ബോധ്യപ്പെട്ടു ഈ പ്രസ്താവനയിലൂടെ. നൽകുന്ന എന്ന് പറഞ്ഞിട്ടാണ് സർക്കാർ മറികടന്നുകൊണ്ട്
അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ബാറിന് സമയം കിട്ടി. ബാറൊക്കെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ലേ, എന്താ പ്രശ്നം? ഇപ്പം എന്നാലും അങ്ങനെ ഗവൺമെൻറ് തീരുമാനിച്ചോ? ആ കേരളത്തിലെ ബാറുകൾ പ്രവർത്തിക്കുന്ന സമയവും കേരളത്തിലെ ബീവറേജസ് കോർപ്പറേഷൻ്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സമയമുണ്ട്. അതിൻ്റെ ചില ക്രമീകരണങ്ങളല്ലാതെ പുതിയ നയമൊന്നും ഇവിടെ തീരുമാനിച്ചിട്ടില്ല. ഇതിനെന്താ ബാർ മുതലാളിമാരെ കൂടെ നല്ല ലോക്യം ഭരിക്കുന്നതാണ്. ബാർ മുതലാളിമാരായിട്ട് നല്ല സൗഹൃദമുള്ള സുഹൃത്തുക്കളാണ് കോൺഗ്രസിലുള്ളതെന്ന് ഞങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. കേൾക്കുന്നില്ല. എന്നെയോ? അത് നല്ല 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 പേരല്ലേ, അതൊരു അഭിമാനല്ലേ. ഈ സുധാകരനെ പോലുള്ള റിവിഷനിസ്റ്റുകൾ, സുധാകരനെ കൂടെ ഒന്നാമത്തെ റിവിഷനിസ്റ്റാ. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച് ഒരാൾ വലിയൊരു വർഗ സമരത്തിൻ്റെ മുന്നിൽ മറുകണ്ഠം ചാടി ചെല്ലുന്നവരെ കുറിച്ച് മനോഹരമായൊരു വാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിഘണ്ടുവിലുണ്ട്. 3ാം ഇന്റർനാഷണലിൻ്റെ 2ാം കോൺഗ്രസ്സിലാണ് ഇത്തരം ഒരു പരാമർശം, ഈ റിവിഷനിസത്തെ കുറിച്ചുള്ള കൃത്യമായൊരു പരാമർശം ഉണ്ട് അവിടെ. ആ പരാമർശത്തിൽ സുധാകരൻ ഇങ്ങനെ ചെയ്യാനിടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതൃത്വ നിര തന്നെ ഇങ്ങനെ സംഭവിക്കാനിടയുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്, അവരോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്നും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അതിമനോഹരമായൊരു വാക്കുണ്ട്, ബാരിക്കേഡ്, പ്രതിരോധം. ഇത്തരക്കാർക്കെതിരായ ശക്തമായ പ്രതിരോധം തീർക്കണം. അത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ട ഒരു ദൗത്യമാണ്. ആ ചുമതലയാണ് ഞാൻ നിർവഹിച്ചത്. അത് ലേശം വിഷമിച്ചിട്ടുണ്ടാവും സുധാകരന്. റിവിഷനിസ്റ്റ് വഴിക്ക് പോകുമ്പോൾ ഒരു കയ്യിൽ BJPൻ്റെയും ഒരു കയ്യിൽ കോൺഗ്രസിൻ്റെയും തോളിൽ കൈയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിച്ചു പോകുന്ന ഒരാൾ പറയുന്ന വാക്കുകൾക്ക് ഒരു വിലയില്ല. പല കൂട്ടായ്മ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവർ പോയിക്കോട്ടെ. കൂട്ടായ്മ ഉണ്ടാക്കിയതുകൊണ്ട് അതൊന്നും സമൂഹത്തിലൊരു സ്വാധീനം ചെലുത്താൻ പോണില്ല. മൂല്യമില്ലാത്ത നാണയം രണ്ടാമത് ചിലവാകുമോ? ഇപ്പം നിരോധിച്ച 2000-ൻ്റെ നോട്ടുണ്ടല്ലോ, അതിന് വല്ല മൂല്യമുണ്ടോ? അത് രണ്ടാമത് ചിലവാക്കാൻ പറ്റുമോ? അതുകൊണ്ട് മൂല്യം നഷ്ടപ്പെട്ട നാണയങ്ങൾ ആരും അതുകൊണ്ട് ചാവടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാൻ പറ്റില്ല, പർച്ചേസിങ് നടത്താൻ പറ്റില്ല, അതിന് മൂല്യമില്ല. അതുകൊണ്ട് രമയൊന്നും പറഞ്ഞാൽ അതിനെ അങ്ങനെ കണ്ടാൽ മതി.